കവർ ചെയ്യുന്ന ടോപ്പിക് എൻഡോക്രൈൻ സിസ്റ്റത്തിലെ ഫിയോക്രോമസൈറ്റോമ എന്ന് പറഞ്ഞൊരു ഡിസീസ് കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് ഫിയോക്രോമസൈറ്റോമ എന്ന് വെച്ചാൽ നമ്മുടെ കിഡ്നിയുടെ മേലെ ലൊക്കേറ്റ് ചെയ്യുന്ന അഡ്രിനൽ ഗ്ലാൻഡിൽ ട്യൂമർ വരുന്ന കണ്ടീഷനാണ് ഫിയോക്രോമസൈറ്റോമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡ്രിനൽ ഗ്ലാൻഡിൽ നമുക്ക് രണ്ട് ലെയേഴ്സ് ഉണ്ട്, അഡ്രിനൽ കോർട്ടെക്സും അഡ്രിനൽ മെഡുല്ലയും. ഈ അഡ്രിനൽ മെഡുല്ലയിൽ നമുക്ക് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡിയക് കോൺട്രാക്റ്റബിലിറ്റി കൂട്ടുക, അതേപോലെ BP ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഈ അഡ്രിനൽ മെഡുല്ലയിൽ സെക്രീറ്റ് ചെയ്യുന്ന ഈ ഹോർമോൺസിന് നമുക്ക് കാറ്റക്കോളമൈൻസ് എന്ന ഗ്രൂപ്പ് നെയിമായിട്ട് കോൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഫിയോക്രോമസൈറ്റോമയിൽ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ BP ഭയങ്കര കൂടുതലായിരിക്കും. അതെന്തുകൊണ്ടാണ്? എപ്പിനെഫ്രിന്റെ എക്സസീവ് സെക്രീഷൻ കാരണമാണ് BP കൂടുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിൻ ടെസ്റ്റ് അല്ലെങ്കിൽ VMA യൂറിൻ വഴി കാറ്റക്കോളമൈൻസിന്റെ വാല്യൂ നോക്കുമ്പോൾ കൂടുതലായിരിക്കും. അങ്ങനെ നമുക്ക് അഡ്രിനൽ ഗ്ലാൻഡിലെ ട്യൂമറാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് വരുമ്പോഴുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പർടെൻസീവ് ക്രൈസിസ്, ഹൈപ്പർ ടെൻഷൻ, പിന്നെ ECGയിൽ വേരിയേഷൻസ് ഉണ്ടാവും. ഹൈപ്പർടെൻസീവ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ BP 180/120 കൂടുതലായിരിക്കും. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും? പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ഉണ്ടാവും, ടാക്കിക്കാർഡി ഉണ്ടാവും, സിവിയർ ഹെഡേക്ക് ആയിരിക്കും പേഷ്യന്റിന്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരും. നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ BP കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. അതേപോലെ തന്നെ സ്മോക്കിംഗ് ഒന്നും ചെയ്യരുത്. നമ്മൾ ഒരു PFE പോലെ പേഷ്യന്റിന് കൊടുക്കണം. ആൽക്കഹോൾ യൂസ് ചെയ്യരുത്. പിന്നെ അതേപോലെ തന്നെ അബ്ഡോമിന് പാൽപേഷൻ ചെയ്യരുത്. എന്താ വെച്ചാൽ പ്രഷർ കൂടി അങ്ങനെ BP കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മൂവിങ് ടു സർജിക്കൽ മാനേജ്മെന്റ് ആണെങ്കിൽ നമുക്ക് അഡ്രിനലക്ടമി ചെയ്യാം. എന്ന് വെച്ചാൽ അഡ്രിനൽ കോർട്ടെക്സ് നമ്മൾ ഒരിക്കലും ലെയർ കളയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് ചിലപ്പോൾ ഡെത്ത് ആയി പോവാം. അതുകൊണ്ട് നമ്മൾ അഡ്രിനൽ മെഡുല്ല ട്യൂമറുള്ള ആ ഒരു പ്ലേസ് മാത്രം നമ്മൾ റിമൂവ് ചെയ്ത് കളയും. ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫെൻഡോലമൈൻ എന്ന് പറഞ്ഞൊരു ഡ്രഗാണ്. അതിന്റെ മെയിൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആക്ടിംഗ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ BP പെട്ടെന്ന് കുറയ്ക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നൈട്രോപ്രൂസൈഡ്, അതും നമ്മുടെ റാപ്പിഡ് ആക്ടിംഗ് ആണ്. അത് നമ്മുടെ കാർഡിയക് കോൺട്രാക്റ്റബിലിറ്റി എന്ന് വെച്ചാൽ വാസോ ആ കൺസ്ട്രക്ഷൻ കുറയ്ക്കാനും അതേപോലെ തന്നെ നമ്മുടെ BP കുറയ്ക്കാനും സാധിക്കും. അപ്പൊ ഇത് രണ്ടാണ് നമ്മുടെ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ.